ഹായ് എവരി വൺ, ഫ്ലൂയിഡ് മെഷീനറി വീഡിയോ ലെക്ചർ സീരീസിലെ അടുത്ത വീഡിയോ ആണിത്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് പ്രോബ്ലം. ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡെലിവർ 0.048 meter cube per second of water to a height of 24 meter through a 150 millimeter diameter pipe which is 120 meter long by a centrifugal pump. If the overall efficiency of the pump is 75% and coefficient of friction F is equal to 0.01 for the pipeline, find the power required to drive the pump. ഇതിൽ പമ്പിന് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റ ഒന്നെടുത്ത് എഴുതാം. റേറ്റ് ഓഫ് ഫ്ലോ അഥവാ ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട് 0.048 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ദെൻ ഒരു ഹൈറ്റ് തന്നിട്ടുണ്ട് 24 മീറ്റർ. ആ ഹൈറ്റിലേക്കാണ് നമുക്ക് വാട്ടർ പമ്പ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഹൈറ്റ് വിൽ ബി ദ സം ഓഫ് സ്റ്റാറ്റിക് ഹെഡ് ആൻഡ് ഡെലിവറി ഹെഡ്. HS പ്ലസ് HD ആയിരിക്കും ആ ഹെഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്റ്റാറ്റിക് ഹെഡ് ആയിരിക്കും. അതാണ് 24 മീറ്റർ. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ പൈപ്പിൻ്റെയും ഡെലിവറി പൈപ്പിൻ്റെയും ഡയമീറ്റർ ആണ്. രണ്ടിൻ്റെ ഡയമീറ്ററും ഈക്വൽ ആയിരിക്കും. ദെർഫോർ D, കോമൺ ആയിട്ട് D, capital D is equal to 150 millimeter converted to 0.15 meter. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ലെങ്ത് ഓഫ് ദ പൈപ്പ് ആണ്. ഇത് സെക്ഷൻ പൈപ്പിൻ്റെയും ഡെലിവറി പൈപ്പിൻ്റെയും സം ആയിരിക്കും. ദെർഫോർ കോമൺ ആയിട്ട് നമുക്ക് L എന്ന് എഴുതാം. ക്യാപിറ്റൽ L is equal to 120 meter. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഓവറോൾ എഫിഷ്യൻസി ആണ്. ഈറ്റ O is equal to 75%. പിന്നെ തന്നിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.01. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഇൻ ദ പൈപ്പാണ്. ഞാൻ പറഞ്ഞു രണ്ട് പൈപ്പിലത്തെയും വെലോസിറ്റി ഈക്വൽ ആയിരിക്കും. അതുപോലെ ഡയമീറ്റർ ഇവിടെ ഈക്വൽ ആണ്. അതുപോലെ തന്നെ വെലോസിറ്റിയും ഈക്വൽ ആണ്. ദെർഫോർ ആദ്യം നമ്മൾ VS is equal to VD is equal to V. കോമൺ ആയിട്ട് നമുക്ക് V എന്ന് എഴുതാം. വിച്ച് is equal to ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ. നമുക്കറിയാം ഡിസ്ചാർജ് is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ദെർഫോർ വെലോസിറ്റി is equal to ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ. ഡിസ്ചാർജിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ നമുക്ക് പൈപ്പിൻ്റെ ഡയമീറ്റർ വെച്ച് കണ്ടുപിടിക്കാം. ദെർഫോർ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വെലോസിറ്റി വാല്യൂ 2.7 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്പ്. അതായത് ലോസ് ഓഫ് ഹെഡ് നമുക്കറിയാം H(F) ആണ്. ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആസ് പെർ ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ ഇവിടെ രണ്ട് ലോസ് ഉണ്ടായിരിക്കും. ഒന്ന് സക്ഷൻ പൈപ്പിലെ ഫ്രിക്ഷണൽ ലോസും ഡെലിവറി പൈപ്പിലെ ഫ്രിക്ഷണൽ ലോസും. അപ്പോൾ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്നത് HFS പ്ലസ് HFD ആയിരിക്കും. That is equal to 4FL V square by D into 2G. ഓക്കെ, ഈ വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ 0.01, ലെങ്ത്തിൻ്റെ വാല്യൂ 120 മീറ്റർ, വെലോസിറ്റി വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് 2.7, ദെൻ 0.15 സ്ക്വയർ നമ്മുടെ ഏരിയ ഡയമീറ്റർ വന്നിട്ടുണ്ട് 0.15 മീറ്റർ ആൻഡ് 2G 2 into 9.81. ഇവിടെ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഓഫ് ദ പൈപ്പ് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 11.89 മീറ്റർ. നെക്സ്റ്റ് മാനോമെട്രിക് ഹെഡ് ആണ് കണ്ടുപിടിക്കുന്നത്. മാനോമെട്രിക് ഹെഡിൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കാം, ഇത് മൊത്തത്തിലുള്ള എല്ലാ ഹെഡുകളുടെയും ഒരു സമ്മാണ്. സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ്, ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ഇവിടെ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ദെൻ വെലോസിറ്റി ഹെഡ് ഇൻ ദ ഡെലിവറി പൈപ്പ്. ഇത്രയും ഹെഡുകളുടെ സമ്മായിരിക്കും മാനോമെട്രിക് ഹെഡ് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. HS പ്ലസ് HD സ്റ്റാറ്റിക് ഹെഡ് 24 മീറ്റർ തന്നിട്ടുണ്ട്. ടോട്ടൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HFS പ്ലസ് HFD തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ 11.89. ദെൻ വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത് V ആണ്. V is equal to VD നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2.7. സോ മാനോമെട്രിക് ഹെഡിൻ്റെ വാല്യൂ 36.26 മീറ്റർ എന്ന വാല്യൂ കിട്ടും. നൗ ഈ റിലേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ഓഫ് ദ വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കാം. W ആണ് is equal to ρGQ.
Now overall efficiency തന്നിട്ടുണ്ട്. ഓവറോൾ എഫിഷ്യൻസിയുടെ ഒരു എക്സ്പ്രഷൻ ഇതാണ്. ഓവറോൾ എഫിഷ്യൻസി is equal to WHM divided by 1000 by ഷാഫ്റ്റ് പവർ. ഈ ഷാഫ്റ്റ് പവറിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഷാഫ്റ്റ് പവറിൻ്റെ വാല്യൂ കിട്ടും. നോക്കാം. ഓവറോൾ എഫിഷ്യൻസി വാല്യൂ 75% ആണ്. അപ്പോൾ 0.75 എന്ന് എഴുതി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ റോ ജി ക്യൂ ആണ് W എന്ന് പറയുന്നത്. സോ റോ 1000 G 9.81 Q തന്നിട്ടുണ്ട് 0.048. ദെൻ മാനോമെട്രിക് ഹെഡ് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ച വാല്യൂ 36.26 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദി ഓൺലി അൺനോൺ വാല്യൂ ഇസ് ഷാഫ്റ്റ് പവർ. സോ ദ ഫൈനൽ ആൻസർ ഇസ് 22.76 kilowatts. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിനിമം സ്പീഡ് ഫോർ സ്റ്റാർട്ടിങ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മിനിമം സ്പീഡ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിലെ റൊട്ടേറ്റിംഗ് കോമ്പോണൻ്റായ ഇമ്പല്ലർ ഈ സ്പീഡിൽ മിനിമം ഈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ വാട്ടറിനെ പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കാം. When a centrifugal pump is started, it will start delivering liquid only if the pressure rise in the impeller is more than or equal to the manometric head. ഓക്കെ, നമ്മുടെ ഇമ്പല്ലറിലുള്ള പ്രഷർ റൈസ് എന്ന് പറയുന്നത് മാനോമെട്രിക് ഹെഡിനോട് ഈക്വലോ അതിനോ കൂടുതലോ ആയാൽ മാത്രമേ നമ്മുടെ വാട്ടർ പമ്പ് ചെയ്യുള്ളൂ. ആ ഈക്വലോ അല്ലെങ്കിൽ അതിന് കൂടുതലായോ ഉള്ള പ്രഷർ റൈസ് ഉണ്ടാക്കാനുള്ള സ്പീഡിനെയാണ് നമ്മൾ മിനിമം സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ മിനിമം സ്പീഡിൽ റൊട്ടേറ്റിൽ മാത്രം പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ ആണുള്ളത്. ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ കിട്ടുന്നത് തന്നെ നമ്മുടെ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ വാട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നോക്കാം. ഇനി ഇതിൽ നമുക്കിത് സെൻട്രിഫ്യൂഗൽ ഹെഡ് എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെൻട്രിഫ്യൂഗൽ ഹെഡ് ഓർ ഹെഡ് ഡ്യൂ ടു പ്രഷർ റൈസ് ഇൻ ഇമ്പല്ലർ. ഈ ഫോഴ്സ്ഡ് വോർട്ടെക്സ് കാരണമാണ് ഈ സെൻട്രിഫ്യൂഗൽ ഹെഡ് ഉണ്ടാവുന്നത്. അതിന് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ R2 സ്ക്വയർ ബൈ 2G മൈനസ് ഒമേഗ സ്ക്വയർ R1 സ്ക്വയർ ബൈ 2G, where omega is the angular velocity. നമ്മൾ പഠിച്ചിട്ടുണ്ട് angular velocity omega. Now we know that omega r, angular velocity into radius എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗ R2 എന്ന് പറഞ്ഞാൽ U2 ആയിരിക്കും. ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ദ ഇമ്പല്ലർ അറ്റ് ഔട്ട്ലെറ്റ്. ഒമേഗ ഇൻറ്റു R2 ഇസ് ഈക്വൽ ടു U2. അതേപോലെ ഒമേഗ ഇൻറ്റു R1 എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓർ ലീനിയർ വെലോസിറ്റി ഓഫ് ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ് ആയിരിക്കും, U1 ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹെഡ് ഡ്യൂ ടു പ്രഷർ റൈസ് ഇൻ ഇമ്പല്ലർ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഹെഡ് ഇസ് ഈക്വൽ ടു U2 സ്ക്വയർ ബൈ 2G മൈനസ് U1 സ്ക്വയർ ബൈ 2G. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഫ്ലോ ഓഫ് ദ വാട്ടർ വിൽ കമൻസ് ഓൺലി ഇഫ് ദ ഹെഡ് ഡ്യൂ ടു പ്രഷർ റൈസ് ഇൻ ഇമ്പല്ലർ. അതായത് ഇപ്പം നമ്മൾ ഡിറൈവ് ചെയ്ത പ്രഷർ റൈസ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഹെഡ് എന്ന് പറയുന്നത് മാനോമെട്രിക് ഹെഡിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആണെങ്കിൽ മാത്രമേ വെള്ളം പമ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? U2 സ്ക്വയർ ബൈ 2G മൈനസ് U1 സ്ക്വയർ ബൈ 2G ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാനോമെട്രിക് ഹെഡ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ മിനിമം സ്പീഡിലാണെങ്കിൽ ഇത് കണ്ടീഷനാണ്. മിനിമം സ്പീഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആയിരിക്കും. ഓക്കെ, മാക്സിമം ഇതിന് കൂടുതലായിരിക്കും. അതായത് മാനോമെട്രിക് ഹെഡിന് സെൻട്രിഫ്യൂഗൽ ഹെഡ് എത്ര കൂടിയാലും കുഴപ്പമില്ല, വാട്ടർ പമ്പ് ചെയ്യും. പക്ഷെ മിനിമം ഈക്വൽ ടു എങ്കിലും ആണെങ്കിലേ പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഫോർ മിനിമം സ്പീഡ് വി മസ്റ്റ് ഹാവ് U2 സ്ക്വയർ ബൈ 2G മൈനസ് U1 സ്ക്വയർ ബൈ 2G ഇസ് ഈക്വൽ ടു മാനോമെട്രിക് ഹെഡ്. നൗ മാനോമെട്രിക് ഹെഡിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. മാനോമെട്രിക് എഫിഷ്യൻസിക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഈറ്റ മാനോമെട്രിക് ഇസ് ഈക്വൽ ടു GHM ബൈ VW ടു U2. ഇതിൽ നിന്ന് മാനോമെട്രിക് ഹെഡിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. HM ഇസ് ഈക്വൽ ടു ഈറ്റ മാനോമെട്രിക് ഇൻറ്റു VW ടു U2 ബൈ G. നൗ ഇവിടെ HMന് ഒരു എക്സ്പ്രഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് HMന് വേറൊരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നൗ ഇത് രണ്ടും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. Therefore, substituting this value and equating, you will get U2 square by 2G minus U1 square by 2G is equal to eta manometric into VW to U2 by G. ഇനി ഇതിൽ നമുക്കറിയാം ലീനിയർ വെലോസിറ്റി U2 is equal to pi dn by 60 ആണ്. Therefore D ക്ക് പകരം ഇവിടെ D2 വന്നു.
u2 is equal to pi d2n by 60, u1 is equal to pi dn by 60. ഈ രണ്ട് എക്സ്പ്രഷൻസും നമ്മുടെ മുകളിലത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. 1/2g കോമൺ ആയിരിക്കും. ഓക്കെ, u2 എക്സ്പ്രഷൻ അതിൻ്റെ സ്ക്വയർ വരും, u1 എക്സ്പ്രഷൻ അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇവിടെ VW2 u2 ഉണ്ട് കണ്ടോ. ഇതിൽ ഈ u2നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പൈ d2n by 60 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമൺ ടേംസ് പുറത്തേക്ക് എടുക്കലാണ്. therefore പൈ n by g into 60 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ഇങ്ങനെ വരും. ഓക്കെ, രണ്ട് സൈഡിലും കോമൺ ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ടേം ആണ് പൈ n by g into 60. therefore the expression will be simplified like this. ഇനി ഇതിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് പൈ n by 120 പുറത്തേക്ക് എടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ പൈ n by 120യിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട മിനിമം സ്പീഡാണ് അല്ലേ. n മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തി ബാക്കിയെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. സോ ദിസ് വിൽ ബി അവർ ഫൈനൽ ഇക്വേഷൻ. ദിസ് ഈസ് എ മിനിമം സ്പീഡ് ഓഫ് ദ ഇംപെല്ലർ ഫോർ ദ പമ്പ് ടു സ്റ്റാർട്ട് ദ പമ്പിങ് ഓഫ് വാട്ടർ ടു ദ റിക്വയർഡ് ഹൈറ്റ്. റിക്വയർഡ് ഹൈറ്റിലേക്ക് പമ്പിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട മിനിമം സ്പീഡ്, ഇംപെല്ലറിന് കൊടുക്കേണ്ട മിനിമം സ്പീഡാണ്. അതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഓക്കെ, 120 eta manometric into VW2 into d2 by pi d2 square pi into d2 square minus d1 square. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് അടുത്ത് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.